കാക്കാസിന് വിലയില്ലാത്ത കോൺഗ്രസ് സൈബർ ഇടത്തിലെ പച്ച നുണ, ഒരു വിവരക്കേട് അങ്ങ് പറയാൻ പാടുണ്ടായിരുന്നോ? അങ്ങ് സൂചിപ്പിച്ച ആമിന ഹൈദർ ആരാ? ഞാൻ പത്തനംതിട്ടക്കാരനല്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരേണ്ട ഗതികേട് എനിക്കുണ്ടാവുകയല്ലേ? ആമിന ഹൈദർ 2015-20 കാലയളവിൽ പത്തനംതിട്ട നഗരസഭയിലെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു, കോൺഗ്രസിന്റെ നേതാവായിരുന്നു. എന്നിട്ട് അതെ, അവരുടെ ജീവിത പങ്കാളി ഹൈദറിന്റെ മരണാനന്തരം ആമിന ഹൈദർ അല്ല സാറേ കോൺഗ്രസ് നേതാവ്, ഹൈദർ ആയിരുന്നു കോൺഗ്രസ് നേതാവ്. ആമിന ഹൈദർ വിജയിച്ചത് എങ്ങനെയാണ്? ഇനി പറയൂ കാൽക്കാസിന് വിലയില്ലാത്ത വിവരക്കേട്, കള്ളത്തരം എന്നൊക്കെ താങ്കൾ തട്ടി മൂളിക്കുന്നുണ്ടല്ലോ. ആമിന ഹൈദർ ജയിച്ചത് ആരുടെ പിന്തുണയിലാണ്? ജയിക്കേ അതല്ല ഉദ്ദേശം. ആമിന ഹൈദറിന്റെ പോസ്റ്ററാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അവർ SDP പിന്തുണയോട് കൂടിയിട്ടല്ല, കോൺഗ്രസ്. ഞാൻ ചിത്രം കാണിച്ചു തരട്ടെ. ആമിന ഹൈദർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന PFI പ്രവർത്തകരുമായി വോട്ട് ചോദിക്കുന്ന ഫോട്ടോ ഞാൻ കാണിക്കാം. എന്നിട്ട് കാൽക്കാസിന് വിലയില്ലാത്ത കള്ളമെന്ന് പറയാണോ? വായിത്തോന്ന് പറയാണോ? ഞാൻ എന്റെ ഉത്തരബോധ്യത്തിൽ പറഞ്ഞ ആമിന ഹൈദർ വിജയിക്കുന്ന SDP പിന്തുണയിലാണ്. SDP പിന്തുണച്ച ആമിന ഹൈദർ അവിടുത്തെ ഉപാധ്യക്ഷയാണ് അല്ലേ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? കോട്ടാങ്ങൽ ഇപ്പോൾ ഭരിക്കുന്നത് SDP പിന്തുണയിലാണ്. ഉത്തമബോധത്തിൽ പറയുന്ന കാൽക്കാസിന് വിലയില്ലാത്ത കള്ളോ? മറുപടി ഇല്ലെങ്കിൽ അധിക്ഷേപിക്കുകയാണോ ജയിക്കേണ്ടേ? എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ പറഞ്ഞുതരാം. അതായത് ആമിന ഹൈദറിന്റെ ഭർത്താവാണ് ഹൈദർ, കോൺഗ്രസ് പ്രവർത്തകനാണ്, മരിച്ചു. ആമിനയ്ക്ക് സീറ്റ് കൊടുത്തില്ല. ആമിന സ്വതന്ത്രയെ മത്സരിച്ചു. എങ്ങനെ മത്സരിച്ചു? SDP പിന്തുണയിൽ സ്വതന്ത്രയെ മത്സരിച്ചു. LDF അധികാരത്തിൽ, അവിടെ CPM അധികാരത്തിലേക്ക് വന്നു, എടുത്തു വെച്ചു എവിടെ? ഉപാധ്യക്ഷ. അതാണ് കഥ. അല്ലാതെ പത്രത്തിൽ വായിച്ച കാര്യം മാത്രം നോക്കി പറയല്ലേ, അല്ല ഗൂഗിൾ മാത്രം നോക്കല്ലേ. ഗൂഗിൾ അല്ല ജയിക്ക് ഉള്ള കാര്യം ഉള്ളതോട് പറയുമ്പോ എന്തോ വ്യാഖ്യാനിക്കല്ലേ ഇരുന്ന്. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ചിത്രമാണ് അല്ലെന്നേ. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, മാങ്ങാന്ന് പറയുമ്പം തേങ്ങാന്നാണല്ലോ ഈ പണ്ടാരം കേൾക്കുന്നേ.